ഉണ്ടോ? ആരും പറയുന്നു അതിരുകളെ ഭേദിക്കുക. അതിരുകളെ ഭേദിക്കുക എന്ന് പറഞ്ഞാൽ അതിരുകളെ ഭേദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധിക്ക് മുകളിലേക്ക് കഴികൾ എന്ന് പറഞ്ഞാൽ വലിയ പുതുതാക്കി കൊണ്ടുവരുമ്പോൾ അതിനനുസരിച്ച് അതിന്റെ ബോഡി ആ ഒരു സ്ട്രക്ചറിലാണ് അനുരൂപപ്പെട്ടു പോകും. കുറെ നാളിരുന്ന് അത് ശീലിച്ച് പാറയിൽ ചെന്നിരുന്നിട്ട് അതിന്റെ ഞാൻ എന്താ പറയാൻ ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ കഴുകൻ പറന്നു കഴിയുമ്പോൾ ഇവിടവുമായിട്ടുള്ള ബന്ധം വിട്ടു. വാക്ക് ബൈ ഫെയ്ത്ത് എന്ന് കർത്താവ് പറഞ്ഞിരുന്നില്ല. നമ്മൾ ഇവിടെയും വിടത്തില്ല, അവിടെയും വിടാം, അവിടെയും വേണ്ട, ഇവിടെ വിട്ടെങ്കിലേ അവിടെ പേരാണ്. ഒരു ദിവസം ഒരു അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഫാനിന്റെ ഇടത്ത് ഓക്കെ അമ്മച്ചി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവ് പറഞ്ഞു, ലൂസിയെ നീ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ നിന്റെ വിഷയം എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. അതെന്താ കർത്താവേ? നീ അതിനെ പിടിച്ചോണ്ടിരിക്കുകയല്ലേ, നീ ഒന്ന് തുറന്നേ കയ്യെ, എന്നിട്ട് എന്നിട്ട് നീ ഒന്ന് വിശ്വസിക്കുക ഞാൻ ആരാണെന്ന്. ആമേ. എന്നിലും എന്റെ പിതാവിലും നിങ്ങൾ വിശ്വസിക്കാനല്ലേ പറഞ്ഞത്. അപ്പൊ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ എങ്ങനെ കൊടുക്കാൻ പറ്റും? എനിക്ക് ഒരു സാധാരണക്കാരെ എനിക്ക് പറ്റുമെങ്കിൽ, ഒരു പൗലോസിന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് പറ്റത്തില്ല? ഹല്ലേലൂയ. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഇപ്പൊ എത്ര പേരുണ്ട് ഇവിടെ? എത്ര പേര് ഭൂമിയിൽ നിന്ന് കഴുകൻ ഡിസ്കണക്ട് ആവുക. അപ്പൊ നമ്മള് നിങ്ങളുടെ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലാക്കി തരുവാണ്. കാരണം നിങ്ങൾ എല്ലാവരും ചോദിക്കത്തില്ലേ, ഞാൻ എന്ത് തെറ്റ് ചെയ്ത് കർത്താവേ എന്ന് ചോദിക്കത്തില്ലേ? ആ തെറ്റാ പറഞ്ഞു തരുന്നത്. ഞാൻ ഒരാളെ കുറിച്ച് പറയാണ്, അയാൾ ചിരിക്കും, ആരുടെ പേര് പറയാനാകത്തില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് എനിക്ക് പറയുമ്പോൾ മറ്റൊരാൾക്ക് ഒരു അനുഗ്രഹമാണ്. അതിന്